സ്വയംഭോഗം ചെയ്യുക എന്നാൽ പങ്കാളിയുടെ സഹായമില്ലാതെ തന്നെ ലൈംഗിക സുഖം സ്വന്തമാക്കുന്ന ഒരു ഏർപ്പാടാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പങ്കാളി ഉണ്ടെങ്കിൽ തന്നെ സ്വയംഭോഗം ചെയ്താൽ എങ്ങനെയിരിക്കും? അതും നിങ്ങളുടെ പങ്കാളിയുടെ സഹായത്തോടെ, അറിവോടെ. അതിന് സ്വയംഭോഗം എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ഇപ്പോൾ നിങ്ങൾ സംശയിക്കും, നെറ്റിച്ചുളിക്കും. പക്ഷേ സെക്സിൽ അങ്ങനെ പ്രഖ്യാപിത നിയമങ്ങളൊന്നും ഇല്ലല്ലോ. സ്വയം ചെയ്യുന്നതിന് പകരം പങ്കാളി സ്വയം നമുക്ക് ചെയ്ത് തന്നാൽ അത് മനോഹരമായിരിക്കും എന്ന് തന്നെയാണ് ഇതിൻ്റെ അനുഭവസ്ഥർ പറയുന്നത്. എന്നാൽ പറയുന്നത് അങ്ങനെയല്ല. പങ്കാളികൾ നേർക്കുനേർ നിന്ന് സ്വയംഭോഗം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പങ്കാളി നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് വിവസ്ത്രയായി, അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ വിവസ്ത്രനായി സ്വയംഭോഗം ചെയ്യുന്ന കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വയംഭോഗം ചെയ്യാത്തവരായി തന്നെ ലോകത്ത് ആരും ഉണ്ടാകില്ല എന്ന് പറയുന്നത്. പങ്കാളി ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം ഇല്ലെന്നാണ് പലരും പറയുക. എന്നാൽ പങ്കാളിക്ക് മുന്നിലുള്ള സ്വയംഭോഗം വ്യത്യസ്തമായ ഒരു അനുഭവം ആണ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. സ്വയംഭോഗം ചെയ്യുമ്പോൾ തങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരം സ്പർശനങ്ങൾ പങ്കാളിയിൽ നിന്ന് ആവശ്യപ്പെടാം. ആ സ്വകാര്യ നിമിഷങ്ങളിൽ എല്ലാത്തിനും തയ്യാറായിരിക്കുമല്ലോ ഇരുവരും. അത് ചെയ്യുമ്പോൾ പങ്കാളിയുടെ ഭാവങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങളെ കൂടുതൽ ഉത്തേജിപ്പിക്കും എന്ന് ഉറപ്പാണ്. സ്വയം ചെയ്യുക മാത്രമല്ല, പരസ്പരം സ്വയംഭോഗം ചെയ്തു കൊടുക്കുന്നത് മനോഹരമായ അനുഭവം തന്നെ ആയിരിക്കും. അതിന് പറ്റിയ ഇടങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് മാത്രം. ഒരു പക്ഷേ കിടപ്പറയേക്കാൾ മനോഹരമായിരിക്കും ബാത്ത് ടബിൽ കിടന്നുള്ള ഈ പരസ്പര സ്വയംഭോഗം, അല്ലെങ്കിൽ കുളിക്കുമ്പോൾ ഷവറിന് താഴെ നിന്നിട്ട്. എന്നാൽ ഇന്ത്യയിൽ സെക്സ് ടോയ്സിൻ്റെ വിൽപ്പന നിയമവിരുദ്ധമാണ്. എങ്കിലും ചിലരെല്ലാം ഇത് കൈവശം വെച്ചിട്ടുണ്ടാകും. സെക്സ് ടോയ്സിൻ്റെ ഉപയോഗവും ഈ പരസ്പര സ്വയംഭോഗത്തെ കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്.